ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. 10-10 എന്ന സീരീസിന്റെ 98ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ആദ്യ ചോദ്യം, പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തീരത്തിലുള്ള ഭൂവിഭാഗമാണ്? ഓപ്ഷൻസ്: തീരപ്രദേശം, പുൽമേട്, വരണ്ട പ്രദേശം, മലയോരങ്ങൾ. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, തീരപ്രദേശം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻസ്: നേര്യമംഗലം, കല്ലട, ഇടുക്കി, കുറ്റ്യാടി. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, ഇടുക്കി. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻസ്: കണ്ണൂർ, പാലക്കാട്, വയനാട്, കാസർഗോഡ്. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, കാസർഗോഡ്. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? ഓപ്ഷൻസ്: മയിൽ, മൈന, പരുന്ത്, മലമുഴക്കി വേഴാമ്പൽ. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, മലമുഴക്കി വേഴാമ്പൽ. വിധിയുമായി ഒരു കൂടിക്കാഴ്ച, ആരുടെ അവസ്മരണീയമായ പ്രസംഗമായിരുന്നു ഇത്? ഓപ്ഷൻസ്: സർദാർ വല്ലഭായ് പട്ടേൽ, എസ് രാധാകൃഷ്ണൻ, ജവഹർലാൽ നെഹ്റു, ഗാന്ധിജി. ശരിയുത്തരം ഓപ്ഷൻ സി, ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയിൽ ഏതു ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ്: 4-ാം ഭാഗം, 5-ാം ഭാഗം, 8-ാം ഭാഗം, 3-ാം ഭാഗം. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, 3-ാം ഭാഗം. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഓപ്ഷൻസ്: കൊച്ചി, കോഴിക്കോട്, മുംബൈ, വിഴിഞ്ഞം. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, വിഴിഞ്ഞം. 8ാമത്തെ ചോദ്യം, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻസ്: ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, മുഹമ്മദ് അലി ജിന്ന. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഓപ്ഷൻസ്: അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ, വേമ്പനാട് കായൽ, കായംകുളം കായൽ. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, വേമ്പനാട്ട് കായൽ. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര അരക്കാലുകൾ ഉണ്ട്? ഓപ്ഷൻസ്: 28, 30, 24, 26. ശരിയുത്തരം ഓപ്ഷൻ സി, 24. എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക. തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് ശരിയാക്കി പഠിക്കാൻ ശ്രമിക്കുക, റിവൈസ് ചെയ്ത് പഠിക്കുക. 10-10 എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി 10:10 കാണാം. Thank you.